നിങ്ങൾ കേട്ടോളൂ, ഒന്ന് ഒരു മിമ്പർ വന്ന് പ്രസംഗിക്കുന്നത് എന്താ പ്രസംഗം അറിയോ? കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണ്. വ്യഭിചാരവും കള്ളുകൂടിയൊന്നും വലിയ പ്രശ്നമല്ല, അതിനെക്കാണൊക്കെ വലിയ തെറ്റെന്താണ്? കൂട്ടുപ്രാർത്ഥന നടത്തുന്നതും കുനൂത്ത് തോന്നുന്നതും. അവൻ കൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ മോനെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ് പോലും ഇത് കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്. ഫാത്തുഹുൽ മുഅ്മിനീൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വതഅ്മീനു മഅ്മൂമിൻ സമീഅ ദുആ ഇമാം, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമികൾ ആമീൻ പറയൽ സുന്നത്താണ്. കൂട്ടുപ്രാർത്ഥന സുന്നത്താണ് എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേൾക്കണോ? സമയമില്ല, എൻ്റെ CD-കൾ ധാരാളം ഉണ്ട്, നിങ്ങൾ കേട്ടോളൂ, വായിച്ചോളൂ. ഇപ്പോൾ പുസ്തകങ്ങൾ വായിച്ചോളൂ, നമ്മുടെ മാസികകൾ വായിച്ചോളൂ. ഇപ്പൊ പറയാൻ സമയമില്ല, ശരിക്കും കേട്ടു നോക്കണം നിങ്ങൾ. ഒരു CD ഉണ്ട്, കൂട്ടുപ്രാർത്ഥനയും കമ്മറ്റി സക്കാത്തും കൂട്ടുപ്രാർത്ഥനയും സെലഫിയുടെ നുണച്ചാക്കുകൾ എന്നതിൻ്റെ പേര്. അത് കേട്ടു നോക്കണം. അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ട് മൗലവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് ആ കൂട്ടുപ്രാർത്ഥന. എന്നാ സഹോദരന്മാരെ, കൂട്ടുപ്രാർത്ഥന നടത്തിയ വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ്. പിന്നെ അയാൾ പറഞ്ഞു കേട്ടില്ലേ, നിസ്കാരത്തിന്റെ ശേഷം കുനൂത്ത് ഓതുക. നിസ്കാരത്തിന്റെ ശേഷം ആരോ കുനൂത്ത് ഓതലുണ്ടോ? കുനൂത്തും കൂടി എപ്പോൾ അത് മനസ്സിലാകാത്ത മൗലവി മെമ്പർമക്കറിയാം, പിന്നെ എന്ത് കഥയാ പറയാൻ. എന്നിട്ടോ കുനൂത്ത് ഓതലോ 4 മദ്ഹബിലും സുന്നത്ത്. ഹനഫി മദ്ഹബിലും അതുപോലെ ഹംബലി മദ്ഹബിലും വിത്റിൽ കുനൂത്ത് സുന്നത്ത്, മാലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലും സുബഹിൽ കുനൂത്ത് സുന്നത്ത്. അങ്ങനത്തെ കുനൂത്ത് ഓതിയാൽ അത് വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ഇമാമിങ്ങളും വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ് ചെയ്തവർ. മക്കയിലും മദീനയിലും കുനൂത്ത് പോകുന്നുണ്ട് വിത്ത് നിസ്കാരത്തിൽ. അവരൊക്കെ വ്യഭിചാരത്തിനേക്കാണ് വലിയ തെറ്റ് ചെയ്തവർ. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു കൂട്ടർ വരും. എന്താണ് ഇവർ സമുദായത്തിൽ ചെയ്തത് നിങ്ങൾ ആലോചിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നേതാവ് പറയുന്നത്, മുജാഹിദിയൊക്കെ അള്ളാൻ ഇപ്പൊ തീരെ വിലയില്ല, അതുകൊണ്ട് കടുത്ത അദാബായിരിക്കും അവർക്ക് ഉണ്ടാകുന്ന വേറൊരു മൗലവി. അവൻ കൂടെ ഒന്ന് വെച്ചാൽ തീർത്തില്ല. ഞാൻ സൂചിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് നാളിതുവരെ ജനങ്ങളോട് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പോലും പടച്ചവനോട് അത്ര നന്ദി ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം ചെറിയ നിലക്കുണ്ടായതിന്റെ ഭാഗമാണ് സഹോദരന്മാരെ പടച്ച തമ്പുരാൻ പറഞ്ഞത്, ഇന്നഅദാബി ലശദീദ്. പടച്ച തമ്പുരാന്റെ ശിക്ഷ കഠിനമാണ് കേട്ടോ. അതന്നെ നമുക്കും പറയാനുള്ളത്. മുജാഹിദീങ്ങൾക്ക് ഉണ്ടായെന്ന് അയാൾ തന്നെ പറയുന്നു, നമ്മളാരും പറഞ്ഞൊന്നല്ല.